nor a dominion of any other nation but an independent state. എന്താണ് സോവറിറ്റി? സോവറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാധികാരമാണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പരമാധികാരം എന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്താൽ മാത്രം പോരാ. ഇതിന്റെ അർത്ഥം എന്താണ്? ഇന്ത്യ ഈസ് നോട്ട് ഡിപ്പെൻഡന്റ് ഓൺ എനി അതർ ഫോറിൻ സ്റ്റേറ്റ്. ഒരു ഫോറിൻ സ്റ്റേറ്റിലും എന്തല്ല, ഇന്ത്യ ഡിപ്പെൻഡന്റ് അല്ല. എന്തുകൊണ്ട് ഡിപ്പെൻഡന്റ് അല്ല? ഇന്ത്യ ഈസ് ആൻ ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്. ഇന്ത്യൻ ആക്ഷൻസും ആക്ടിവിറ്റീസും ആരാണ് എടുക്കുന്നത്? ഇന്ത്യൻ സൊസൈറ്റിയിലുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റേറ്റിലുള്ള മെമ്പേഴ്സ് ആണ് എടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിക്കൽ ഏജൻസ് ആണ് എടുക്കാൻ പോകുന്നത്. അതാണ് അതിൻ്റെ ഒരു ബേസ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഫ്രീ ടു കണ്ടക്ട് ഇറ്റ്സ് ഓൺ അഫയേഴ്സ്. എന്ത് ചെയ്യാം? സ്വന്തം കാര്യങ്ങൾ അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഡിസിഷൻസ് ആർക്ക് എടുക്കാൻ പറ്റും? ഇന്ത്യൻ സ്റ്റേറ്റിന് എടുക്കാൻ പറ്റും. സ്വന്തം കാര്യം ആർക്ക് എടുക്കാം? പുറത്തുനിന്ന് ആരും വന്ന് ഇടപെടാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കാശ്മീരിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 370 അനുസരിച്ച് നമ്മൾ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്ത് സംഭവിച്ചു? നമുക്കത് അമെൻഡ് ചെയ്യേണ്ട വന്നു, അല്ലെങ്കിൽ അത് ചേഞ്ച് ചെയ്യേണ്ട കണ്ടീഷൻ വന്നു. ആ ചേഞ്ച് ചെയ്യേണ്ട കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്തു? ഇന്ത്യൻ പാർലമെന്റ് അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് എന്ത് ചെയ്യാൻ പറ്റി? ഒരു ആക്ഷൻ എടുക്കാൻ പറ്റി. അവിടെ എന്ത് സംഭവിച്ചില്ല? ചേഞ്ചുകൾ സംഭവിക്കുന്നില്ല. പുറത്തുനിന്ന് ഒരാൾ എന്ത് ചെയ്യുന്നില്ല, അതിനകത്ത് ഇടപെടുന്നില്ല. ഇന്ത്യക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? തീരുമാനം എടുക്കാൻ പറ്റും. അത് ഇന്റേണൽ ആണെങ്കിലും ശരി, എക്സ്റ്റേണൽ ആണെങ്കിലും ശരി. ആരാണ് എടുക്കുന്നത്? ഇന്ത്യൻസ് ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ്സ് ആയിരിക്കും ഇതെടുക്കുന്നത്. ആൻഡ് ഇതിനകത്ത് ക്വസ്റ്റ്യൻ, അതായത് UPSC ചോദിച്ചൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് ഞാൻ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാം, ഐഡിയ ഡിസ്കസ് ചെയ്യാം. ഒരു വട്ടം കോൺസ്റ്റിറ്റ്യൂഷൻ ചോദിച്ചത്, അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ പൊളിറ്റിയുടെ ഒരു ആസ്പെക്റ്റിൽ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഈ പ്രിയാമ്പിളിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് ആർ ദി അഡ്ജക്റ്റീവ്സ് ഓഫ് ദ വേർഡ് റിപ്പബ്ലിക്? ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ അഡ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ അഡ്ജക്റ്റീവ്സ് ഇപ്പോൾ റെലവെന്റ് ആണോ? അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി അഡ്ജക്റ്റീവ്സ് ഓഫ് ഇന്ത്യൻ വേർഡ് റിപ്പബ്ലിക് ഇൻ പ്രിയാമ്പിൾ ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് കറന്റ് റെലവൻസ്? നിങ്ങൾ PYക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ക്വസ്റ്റ്യൻ അവിടെ ഉണ്ടാകും. 2016 17 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അഡ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? റിപ്പബ്ലിക്കിന്റെ അഡ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്. 4 പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ റിപ്പബ്ലിക് പറഞ്ഞത്. അപ്പോൾ അഡ്ജക്റ്റീവ്സ് അതാണ്. ഇനി അതിന്റെ റെലവൻസ് എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആ റെലവൻസിൽ നിന്നാണ് ഈ ടോപ്പിക്ക് നമുക്ക് വരുന്നത്, അല്ലെങ്കിൽ ഈ കമ്പോണൻസ്, ഈ കണ്ടന്റ് നമുക്ക് വരുന്നത്. ഇന്ത്യക്ക് എന്തുണ്ട്? ഇന്ത്യ ഈസ് എ മെമ്പർ ഓഫ് IMF, ഇന്ത്യ ഈസ് എ മെമ്പർ ഓഫ് വേൾഡ് ബാങ്ക്, ഇന്ത്യ ഈസ് മെമ്പർ ഓഫ് UN, ഇന്ത്യ ഈസ് മെമ്പർ ഓഫ് കോമൺവെൽത്ത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ LPG റിഫോംസ് നോക്കിയേ. LPG റിഫോംസിന്റെ സമയത്ത് ഇന്ത്യ ഹാസ് അഡോപ്റ്റഡ് എ ടൂൾ ഓർ എ മെഷർ വിച്ച് വാസ് സപ്പോർട്ടഡ് ബൈ വേൾഡ് ബാങ്ക്. വേൾഡ് ബാങ്ക് സമ്മതിച്ച പോർഷൻസിനെയാണ്, അല്ലെ സമ്മതിച്ച ചേഞ്ചിനെയാണ് ആര് അഡോപ്റ്റ് ചെയ്തത്? ഇന്ത്യൻ ഗവൺമെന്റ് അഡോപ്റ്റ് ചെയ്തത്. അപ്പോൾ ഇന്ത്യക്ക് സോവറിറ്റി ഉണ്ടോ? അപ്പോൾ എന്ത് ചെയ്യാം? പുറത്തുനിന്ന് ഒരാൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? ഇന്റേണൽ ആണെങ്കിലും എക്സ്റ്റേണൽ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? സ്വന്തം കാര്യം ആർക്ക് തീരുമാനിക്കാം? ഇന്ത്യൻ ഗവൺമെന്റിന് തീരുമാനിക്കാം. ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വെദർ വി ഹാവ് സോവറിറ്റി ഓർ നോട്ട്. ക്വസ്റ്റ്യൻ ഇതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. സോവറിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് നോക്കുവാണെങ്കിൽ ഒരു തിയററ്റിക്കൽ സെൻസിൽ ദ ഡെഫിനിഷൻ ഓഫ് സോവറിറ്റി എന്ന് പറയുന്നത് എന്തല്ല, ഇപ്പം നമുക്ക് അത്ര ആപ്ലിക്കബിൾ അല്ല. അതെന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് അത് ആപ്ലിക്കബിൾ അല്ലാത്തത്? എന്തുകൊണ്ടാണ് നമുക്ക് അതിനകത്ത് വരാത്തത്? അല്ലെ എന്തുകൊണ്ടാണ് നമുക്കതിൻ്റെ ഐഡിയാസ് നമുക്ക് കാണാൻ പറ്റാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് ചോദിക്കുക. ഇപ്പം നമുക്ക് ചേഞ്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, തിയററ്റിക്കൽ സെൻസിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നെ തീരുമാനിക്കാം എന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്തല്ല, ഈ പറയുന്ന സാധനം പല സമയത്തും കാണാറില്ല. എന്തുകൊണ്ടാണ് കാണാറില്ലാത്തത്? അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു മിക്സ്ഡ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്. അല്ലെങ്കിൽ നമുക്ക് സോവറിറ്റി എന്ന് പറയുന്നത് എന്തല്ല, ആബ്സല്യൂട്ട് അല്ല. നമ്മുടെ തീരുമാനം എപ്പോഴും എന്താണ്? ദീസ് ആർ ഇന്റർട്വൈൻഡ് വിത്ത് ദി ഇന്റർനാഷണൽ ഏജൻസീസ്. ഇന്റർനാഷണൽ ഏജൻസീസുമായിട്ട് ഇന്റർട്വൈൻഡ് ആയിട്ടാണ് പല സമയത്തും കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ദാറ്റ് ഈസ് ബീങ് എ സോവറിൻ സ്റ്റേറ്റ്, ഇന്ത്യ ക്യാൻ എയ്തർ അക്വയർ എ ഫോറിൻ ടെറിട്ടറി. നമ്മൾ ഇത് മാത്രം നോക്കിയാൽ മതി. നമ്മുടെ ആർട്ടിക്കിൾ 1ഉം ആർട്ടിക്കിൾ 2ഉം പറയുവാണെന്നുണ്ടെങ്കിൽ അവിടെ വളരെ സ്പെസിഫിക്കലി പറയുന്നുണ്ട്, ആസ് എ ഫോറിൻ സ്റ്റേറ്റ് ഇന്ത്യ ക്യാൻ അക്വയർ എനി അതർ സ്റ്റേറ്റ്സ്. ഏത് വേണമെന്നുണ്ടെങ്കിൽ അക്വയർ ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ റീസണും ഇത് തന്നെയാണ്. ദാറ്റ് ഈസ് ഇന്ത്യ ക്യാൻ അക്വയർ എ ഫോറിൻ ടെറിട്ടറി ഓർ സീഡ് എ പാർട്ട് ഓഫ് ഇറ്റ്സ് ടെറിട്ടറി ഇൻ ഫേവർ ഓഫ് ഫോറിൻ സ്റ്റേറ്റ്. ഒരു സ്ഥലം കൊടുക്കാനോ അല്ലെ വേറൊരു സ്ഥലം എടുക്കാനോ ആർക്ക് പറ്റും? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് പറ്റും എന്നുള്ളതാണ് അവിടുത്തെ ഐഡിയ. മനസ്സിലായോ? അപ്പോൾ സോവറിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കംപ്ലീറ്റ്ലി സോവറിറ്റി അല്ലെങ്കിൽ ഒരു പഴയ സെൻസിൽ അല്ലെങ്കിൽ ഒരു തിയററ്റിക്കൽ സെൻസിൽ സോവറിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ്? കാരണം എപ്പോഴും ഇന്ത്യയുടെ റിലേഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ട ഇന്റർനാഷണൽ ഏജൻസീസുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് കിടക്കുന്നത്. അതേസമയം പക്ഷെ നമുക്ക് പറയാൻ പറ്റും. എന്തുകൊണ്ടാണ്? നമുക്കൊരു ഫോറിൻ ടെറിട്ടറി അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സീഡ് ചെയ്ത് കൊടുക്കാനോ നമുക്ക് ചെയ്യാൻ പറ്റും.
അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, നമുക്ക് സോവറിറ്റി ഉണ്ട്, ഇൻ റിയാലിറ്റി നമുക്ക് സോവറിറ്റി ഉണ്ട്, പക്ഷേ ഒരു തിയറട്ടിക്കൽ സെൻസിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ളൊരു ആസ്പെക്റ്റ് ആണ്. ആ ക്വസ്റ്റ്യനബിൾ ആസ്പെക്റ്റ് അവിടെ എപ്പോഴും എല്ലാ കണ്ടീഷൻസിലും പൊളിറ്റിക്കൽ തിയറീസിൽ ഉണ്ടാവും. ഓർത്തിരുന്നാൽ മതി. ക്ലിയർ അല്ലേ? ഇനിയിപ്പോൾ ഒന്നാമത്തെ ഐഡിയ ആണ് നമ്മൾ പറഞ്ഞത്, ദാറ്റ് ഈസ് സോവറിൻ. ഇനി അടുത്ത വരുന്ന വേർഡ് സോഷ്യലിസ്റ്റ്. രണ്ടാമത്തെ വേർഡാണ് സോഷ്യലിസ്റ്റ്. എന്താ ഈ സോഷ്യലിസം എന്ന് പറയുന്നത്? ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഈ NN പിള്ള ഇരിക്കുന്ന ഒരു നാടകത്തിൻ്റെ ഒരു സീൻ, ഒരു ആടിനെ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അതൊരു സീനാണ്, ഡയലോഗാണ്. നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി, NN പിള്ള ആൻഡ് സോഷ്യലിസം എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കിട്ടും. അത് കണ്ടിരിക്കാം. ഒരു ജസ്റ്റ് ഒരു ഐഡിയ, കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടാൻ, അല്ലെങ്കിൽ ഒരു ബേസ് ഐഡിയ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് NN പിള്ള എക്സാമ്പിൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പറയുന്ന ഇതാണ്, നമുക്ക് പലതരത്തിലുള്ള സിസ്റ്റം ഉണ്ട്. ക്യാപിറ്റലിസം ഉണ്ട്, സോഷ്യലിസം ഉണ്ട്, കമ്മ്യൂണിസം ഉണ്ട്. ഇത് മൂന്നും ആലോചിച്ചൊക്കെ. അതുപോലെ തന്നെ ഫാസിസം ഉണ്ട്. ഫാസിസം ഇപ്പോൾ അത്ര എന്ത് ചെയ്യുന്നില്ല, ഒബ്സർവബിൾ ആയിട്ട് നമ്മൾ കാണുന്നില്ല. ഇപ്പോൾ ക്യാപിറ്റലിസം നോക്കിയാൽ, ക്യാപിറ്റലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം NN പിള്ള പറയുന്ന പോലത്തെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം നിങ്ങൾക്ക് ഒരു ആടുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുകയാണ്, എല്ലാവർക്കും എന്തുണ്ട്, ആടുണ്ട്, ആടുകൾ അല്ലെങ്കിൽ ഗോട്ടുണ്ട്. ഇതിനകത്ത് എന്ത് ചെയ്യുക, പാല് കറക്കുന്നു. പ്രൈവറ്റ് കമ്പനീസ്, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്യാപിറ്റലിസത്തിൽ പ്രൈവറ്റ് കമ്പനീസ് ഉണ്ട്, അവർ വർക്ക് ചെയ്യുന്നു, അവർ അതിൻ്റെ ഒരു പ്രോഫിറ്റ് എടുക്കുന്നു. അത് തന്നെയാണ് എല്ലാവർക്കും എന്തുണ്ട്. ചിലപ്പോൾ എന്ത് ചെയ്യാം, 1-2 കമ്പനികൾക്ക് മാത്രം എന്ത് ചെയ്യാം, കൂടുതൽ റോൾ ഉണ്ടാവാം. അവരെന്ത് ചെയ്യുന്നു, പാല് കറക്കുന്നു. പാല് കറന്നിട്ട് എന്ത് ചെയ്യുന്നു, മാർക്കറ്റിൽ ഡിമാൻഡിനും സപ്ലൈക്കും അനുസരിച്ച് അത് വിൽക്കുന്നു. ഇതാണ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. ഇനി കമ്മ്യൂണിസം പറയുകയാണെങ്കിൽ എല്ലാ ആടുകളും ആരുടെ കയ്യിലാണ്, ഗവൺമെന്റിന്റെ കയ്യിലാണ്. ഗവൺമെന്റ് ഓൺസ് ഓൾ ദ ഗോഡ്സ് ആൻഡ് ഗവൺമെന്റ് വിൽ എൻഷുർ ദാറ്റ് ഈസ് മിൽക്ക് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഓൾ. ഗവൺമെന്റ് എന്ത് ചെയ്യും, ഈ പാല് കറന്നിട്ട് ഓരോരുത്തർക്കും ഇത്ര പാലെന്ന് പറഞ്ഞു കൊടുക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, കമ്മ്യൂണിസം എന്ന് വിളിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഒരു ടൈപ്പാണ് നമ്മൾ ഈ പറയുന്ന സോഷ്യലിസം. സോഷ്യലിസം എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ ആടുണ്ട്. ആട് ആർക്കൊക്കെ ഉണ്ട്, ഗവൺമെന്റിനും ഉണ്ടായിരിക്കും, ആളുകൾക്കും ഉണ്ടായിരിക്കും, മിക്സഡ് ആണ്. അതായത് ക്യാപിറ്റലിസം ആണെന്നും പറയാൻ പറ്റില്ല, കമ്മ്യൂണിസം ആണെന്നും പറയാൻ പറ്റില്ല. ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യാണ്, മിക്സഡ് ആണ്. സോഷ്യലിസത്തിൽ എന്ത് ചെയ്യും, ഒരാടുണ്ട്, അത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ കയ്യിലും ഉണ്ടാവും, ഗവൺമെൻറ് കയ്യിലും ഉണ്ടായിരിക്കും. ഇതിനകത്ത് ആട് നമ്മൾ കറന്നു കൊടുക്കുന്നതിൻ്റെ ഒരു ഭാഗം ആർക്ക് കൊടുക്കണം, ഗവൺമെൻറ്റിന് കൊടുക്കണം. ഗവൺമെൻറ് ഇല്ലാത്തവർക്കും കൂടെ ഇതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. അതായത് റീഡിസ്ട്രിബ്യൂഷനെ കുറിച്ചാണ് ആര് പറയുന്നത്, സോഷ്യലിസം. ഒരു ജനറൽ ഇതാ പറയുന്നത്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് NN പിള്ള അതിനെ അവതരിപ്പിക്കുന്നുണ്ട്. അതിനകത്ത് ഫാസിസം പോലത്തുള്ള അതർ ഐഡിയോളജീസിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു, നമുക്ക് പോയിന്റിലോട്ട് വരാം. ദാറ്റ് ഈസ് സോഷ്യലിസം എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ പ്രൈവറ്റ് എന്നും ഗവൺമെന്റ് എന്നും ഒരു കംപ്ലീറ്റ് ഡിഫറൻസിയേഷൻ ഇല്ല. പകരം ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. ഒരു മിക്സഡ് എക്കണോമിക് ടൈപ്പാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ദ ടേം സോഷ്യലിസ്റ്റ്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന വേർഡ് എവിടെ നിന്നാണ് വരുന്നത്, 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് എന്നാണ് വരുന്നത്. 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് എന്നാണ് വരുന്നത്. ആൻഡ് ഈവൻ ബിഫോർ ദാറ്റ് ഐഡിയ ഓഫ് സോഷ്യലിസം, ഈവൻ ബിഫോർ ദാറ്റ് ദ ഐഡിയ ഓഫ് സോഷ്യലിസം ഈസ് ദെയർ ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഫോർ എക്സാമ്പിൾ 1955 ആവടി സെഷൻ. ഇപ്പോൾ ഈ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് 1976 വരുന്നത്. അതായത് 1955 തന്നെ കോൺഗ്രസ് പാർട്ടി എന്ത് പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് ഈസ് സോഷ്യലിസ്റ്റിക് പാറ്റേൺ ഓഫ് ഇന്ത്യൻ സൊസൈറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് സൊസൈറ്റി എന്താണ്, സോഷ്യലിസ്റ്റിക് പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നതെന്നുള്ള ഒരു ഐഡിയ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്, പല സ്ഥലത്തും ഇത് സോഷ്യലിസം എന്ന് പറയുന്ന വേർഡ് പ്രിയാമ്പിൾ ആഡ് ചെയ്യുക പോലും വേണ്ട. ജനറലി പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്ത് കാണാൻ പറ്റും, ഈ സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസ് വളരെ എവിഡൻ്റ് ആയിട്ട് കാണാൻ പറ്റും. പക്ഷേ ഈ 1976 അല്ലെ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ടിൽ എന്ത് ആഡ് ചെയ്തിട്ടുണ്ട്, ഇത് ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഇനി അടുത്ത നോക്കിയേ, ഇറ്റ് ഈസ് എ ഡെമോക്രാറ്റിക് സോഷ്യലിസം നോട്ട് കമ്മ്യൂണിസ്റ്റിക് സോഷ്യലിസം. ഇതെന്തല്ല, ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസം അല്ല. ഇതെന്താണ്, ഇതൊരു കമ്മ്യൂണിസ്റ്റിക് സോഷ്യലിസം അല്ല. ഇതെന്താണ്, ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസമാണ്. ഇറ്റ് ഈസ് ഡെമോക്രാറ്റിക് സോഷ്യലിസം നോട്ട് കമ്മ്യൂണിസ്റ്റിക് സോഷ്യലിസം. നേരത്തെ ഞാൻ പറഞ്ഞ് തിരിഞ്ഞുപോയി, ഇത് ഓർത്തിരിക്കുക. ഡെമോക്രാറ്റിക് സോഷ്യലിസം ആണ് ഇന്ത്യയിലുള്ളത്, എന്തല്ല കമ്മ്യൂണിസ്റ്റിക് സോഷ്യലിസം അല്ല. ഇത് രണ്ട് തരത്തിലുള്ള സിസ്റ്റം. ഡെമോക്രാറ്റിക് സോഷ്യലിസം എന്ന് പറയുന്നത് എല്ലാവർക്കും ഈക്വൽ റോളുള്ള സോഷ്യലിസം. മറ്റൊരു എന്താണ് കമ്മ്യൂണിസ്റ്റിക് സോഷ്യലിസം എന്താ പറയുന്നത്, കമ്മ്യൂണിസ്റ്റിക് സോഷ്യലിസം ഡിഫൈൻസ് ദാറ്റ്, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ പറയുന്നത് എല്ലാം ഗവൺമെന്റ് ഓറിയന്റഡ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഗവൺമെന്റിന് കൂടുതൽ അതോറിറ്റി ഉള്ളൊരു സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, കമ്മ്യൂണിസ്റ്റിക് സോഷ്യലിസം എന്ന് വിളിക്കുക. പക്ഷേ ഇന്ത്യയുടെ സോഷ്യലിസം എന്താണ്, ഡെമോക്രാറ്റിക് സോഷ്യലിസം ആണ്. അവിടെ പ്രൈവറ്റ് എൻറ്റിറ്റീസും ഉണ്ട്, ഗവൺമെന്റ് എൻറ്റിറ്റീസും ഉണ്ട്. ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചായിരിക്കും എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. അത് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഡെമോക്രാറ്റിക് സോഷ്യലിസം എന്ന് വിളിക്കുക. ഇനി അതുപോലെ തന്നെ
ന്യൂ എക്കണോമിക് പോളിസി നമ്മൾ നേരത്തെയും പറഞ്ഞു എന്തിനെ കുറിച്ചാണ്